സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഡീപ് സീക്ക് റൺ ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ മാക്ബുക്ക് എയർ M2 16 GB റാം മോഡലിലാണ് നമ്മൾ ഈ ഡീപ് സീക്ക് 8 ബില്യൺ പാരാമീറ്റർ മോഡൽ റൺ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 5 GB യോളം ഇതിന്റെ സൈസ് വരുന്നു. ആൻഡ് ഇത് നമ്മളുടെ ലാപ്ടോപ്പിൽ വിത്തൗട്ട് ഇന്റർനെറ്റ് വർക്ക് ആവുന്നതാണ്. യെസ്, നമ്മൾ ആ മോഡലിനെ ഫുൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് ഡീപ് സീക്ക് ഇസ് ആൻ ഓപ്പൺ സോഴ്സ് മോഡൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം ഡിസ്കസ് ചെയ്യുന്നു. എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, ഏതൊക്കെ ലാപ്ടോപ്പിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലുള്ള കാര്യങ്ങൾ. സോ ഇത് മാക്കിൽ മാത്രമല്ല ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്, വിൻഡോസിലും ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു ഗ്രാഫിക് കാർഡ് എന്തായാലും വേണം. കൂടാതെ ഇതിനെ പറ്റിയുള്ള നല്ലൊരു ധാരണയില്ലാതെ ലാപ്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ ലാപ്ടോപ്പ് അടിച്ചു പോകാനും കേടായി പോകാനും ചാൻസും ഉണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ എന്റെ ലാപ്ടോപ്പ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ലാപ്ടോപ്പിനകത്ത് ഒലാമ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് അവൈലബിൾ ഫോർ macOS, വിൻഡോസ്, ലിനക്സ് എല്ലാത്തിനും അവൈലബിൾ ആണ്. ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാവൂ. ഇപ്പൊ നമ്മൾ മാക്കിൽ തന്നെയാണെങ്കിൽ മാക്ക് അത്രയും പെർഫോം ചെയ്യും. M1 മോഡൽ ആണെങ്കിലും ഏകദേശം ഒരു 16 GB റാമെങ്കിലും വേണം, അത് നെസസറി ആണ്. ഇപ്പൊ വരുന്ന M4 മോഡലിലൊക്കെ 16 GB ആണ് ബേസ് വേരിയന്റ്. സോ നിങ്ങൾ അതോർത്ത് മേടിക്കേണ്ട. പക്ഷെ M1 ഒക്കെയാണ് നിങ്ങളുടെ ഇരിക്കുന്നത്, M1 M2 ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് 16 GB റാം ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഡൗൺലോഡ് ഫോർ macOS എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിനക്സിനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലിനക്സ് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് നമ്മൾ കമാൻഡ് റൺ ചെയ്യേണ്ടി വരും. ഇപ്പൊ വിൻഡോസിനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ മാക്കാണ്, ഞാൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇതിനകത്ത് ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കും. ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സേവ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനാണ് പോകുന്നത്. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അത് ഓപ്പൺ ആയിട്ടിരിക്കുന്നു. സോ ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന മോഡൽ എന്ന് പറയുമ്പോൾ ലാമ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഡീപ് സീക്ക് കോഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഡീപ് സീക്ക് 8 ബില്യൺ പാരാമീറ്റർ മോഡലുണ്ട്. ഞാനിപ്പോൾ ഡീപ് സീക്ക് 1.3 ഡീപ് സീക്ക് കോഡർ ഞാൻ 1.3 ബില്യൺ പാരാമീറ്റർ മോഡലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ലാമ 3.2 ആണെങ്കിലും അത് 2 ബില്യൺ പാരാമീറ്റർ മോഡലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലാമ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഹലോ എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. സോ ഓക്കെ, ഹലോ, ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ എന്ന് റിപ്ലൈ തന്നിരിക്കുകയാണ്. ക്യാൻ യു ഷെയർ എ സ്റ്റോറി? നമുക്ക് നോക്കാം. സ്റ്റോറി അപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു കഥ എഴുതി വരികയാണ്. ഞാൻ നോക്കുമ്പോൾ ഈ കഥ എഴുതി വരുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ പുറകിൽ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട്, ചൂടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ നമ്മൾ 2 ബില്യൺ പാരാമീറ്റർ മോഡൽ റൺ ചെയ്യുമ്പോൾ ഒട്ടും ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല, ഒരു വാംത്ത് പോലും അനുഭവപ്പെടുന്നില്ല. പക്ഷെ നേരത്തെ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മാക്ബുക്കിന്റെ തന്നെ macOS 27 ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നേരത്തെ 17 ആയിരുന്നപ്പോൾ ചൂടാവുമായിരുന്നു, വളരെയധികം ചൂടാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 ബില്യൺ പാരാമീറ്റർ ഒക്കെ റൺ ചെയ്യുമ്പോൾ അധികം ചൂടാവുന്നില്ല. ഓക്കെ, സോ ഇതുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ LLM റിസൾട്ട് വന്നിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ കഴിയുന്നതാണ് ഇവിടെ. പക്ഷെ നമ്മളിപ്പോൾ ഇനി 8 ബില്യൺ ഡീപ് സീക്ക് കോഡർ ഉണ്ട്. ഡീപ് സീക്ക് കോഡർ 1.3 ബില്യൺ പാരാമീറ്റർ മോഡലാണ്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തത് വെച്ച് വളരെയധികം മോശമായിട്ടാണ് എന്റെ എക്സ്പീരിയൻസ്. ബിക്കോസ് അത് 1.3 ബില്യൺ പാരാമീറ്റർ മോഡൽ, അപ്പോൾ അധികം ഡേറ്റ അതിനില്ല. എന്നാൽ നമ്മൾ 8 ബില്യൺ പാരാമീറ്റർ മോഡൽ ഡീപ് സീക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഡീപ് സീക്കിന്റെ 8 ബില്യൺ പാരാമീറ്റർ മോഡൽ. സോ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ക്യാൻ യു ഷെയർ മീ എ സ്റ്റോറി? സോ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഡീപ് സീക്ക് ആണ്, ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. എന്തെന്ന് പറയുമ്പോൾ ഇത് 8 ബില്യൺ പാരാമീറ്റർ മോഡലാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തിങ്ക് ചെയ്യുകയാണ്. നമുക്കറിയാം ഡീപ് സീക്കിൽ ഒരു തിങ്കിങ് ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തിങ്ക് ചെയ്യും, അതിനുശേഷം റിസൾട്ട് വരും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് പതിയെ ബാക്ക് സൈഡ് ചൂടാവുന്നുണ്ട്. വാവ്, ഇപ്പോൾ നല്ലവണ്ണം ഹീറ്റ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് റിസൾട്ട് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് തിങ്കിങ് പ്രോസസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. സോ സ്റ്റോറി വരുന്നത് നമ്മൾ 2 ബില്യൺ പാരാമീറ്റർ മോഡൽ ലാമയെക്കാളും വളരെയധികം സ്പീഡ് കുറവാണ്. എന്തെന്ന് പറയുമ്പോൾ ഇത് 8 ബില്യൺ പാരാമീറ്റർ മോഡലാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് സ്പീഡ് കുറവായിട്ട് വരുന്നത്. എന്നാലും പ്രശ്നമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് വരുന്ന സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മൾ പൊക്കത്തുള്ളത് എന്ന് പറയുമ്പോൾ, പൊക്കത്ത് നമ്മൾ ലാമയെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പറയുമ്പോൾ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ് പണ്ടത്തെ പിള്ളേരുടെ സ്റ്റോറി വരുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് ഒരു കുറച്ച് രസമുള്ള, അതായത് നമ്മളെ പോലുള്ള ഇത്രയും 20, 21 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് വരുന്നത്.
ഓക്കെ. ഇത് ഒത്തിരി എഴുതി വരുന്നുമുണ്ട്, അതൊക്കെ വളരെ ഇതാ. പക്ഷെ ഇവിടെ നല്ല ചൂടുണ്ട്, ഈ സൈഡിലായിട്ട് വളരെയധികം ചൂടാവുന്നുണ്ട്. എനിക്കറിയില്ല ഇതിന് അടിച്ചു പോകുമെന്ന്. എന്തായാലും വാറന്റിയോട്ട് അടിച്ചു പോയാലും ഞാൻ മാറി മേടിക്കും. ഓക്കെ, ഇത് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണോ എഴുതുന്നത്? ഓക്കെ, ഇത് എഴുതിക്കൊണ്ടേയിരിക്കട്ടെ. നമുക്കപ്പോഴത്തേക്കും പറയാം. ഇപ്പോ നിങ്ങളുടെ മാക്ബുക്ക് പ്രോ ആണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അതിനകത്ത് ഫാൻ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ മാക്ബുക്ക് M2 ഫാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ച് റിസ്കിയാണ്. നമ്മൾ 8 ബില്യൺ പാരാമീറ്റർ മോഡലൊക്കെ റൺ ചെയ്യുമ്പോൾ. അതെ, ഇപ്പൊ നമ്മുടെ സ്റ്റോറി എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടല്ലോ, മാക്ബുക്ക് M2 നിങ്ങൾക്ക് വേണമെങ്കിൽ DeepSeek R1 8 ബില്യൺ പാരാമീറ്റർ മോഡൽ വേണമെങ്കിൽ റൺ ചെയ്യാം. പക്ഷേ ഇതിന്റെ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിച്ച് ഒത്തിരി റൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പ്രോസസർ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് 8 ബില്യൺ പാരാമീറ്റർ മോഡൽ റൺ ചെയ്യുന്നതിന് പകരം ഇതിനകത്ത് ഗൂഗിളിന്റെ ജെമ്മയുണ്ട്. 8 ബില്യൺ, 1 ബില്യൺ ഉണ്ട്, 4 ബില്യൺ ഉണ്ട്, 12 ബില്യൺ ഉണ്ട്, 27 ബില്യൺ ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ വല്ല പ്രോ മോഡൽ മാക്ബുക്ക് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഗ്രാഫിക് കാർഡുള്ള ലാപ്ടോപ്പ് ആണ്, അല്ലെങ്കിൽ PC ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 27 ബില്യൺ പാരാമീറ്റർ മോഡലോ ChatGPTയുടെ 120 ബില്യൺ പാരാമീറ്റർ മോഡലോ അതൊക്കെ നമുക്ക് റൺ ചെയ്യാം. പിന്നെ ഇവിടെ പൊക്കത്തേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ ക്ലൗഡ് ആണ്. ഇത് നമ്മളിപ്പോ ChatGPTയുടെ മോഡൽ റൺ ചെയ്യുകയാണ്, ഇത് ക്ലൗഡ് ആണ്. പക്ഷേ സൈൻ ഇൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും എഴുതാൻ പറയാൻ. പക്ഷെ അത് എഴുതാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്തിരുന്നു, പക്ഷെ അവർ പറ്റത്തില്ല, അവരൊന്നുകൂടി സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ChatGPT ഇപ്പൊ മോഡൽ നോക്കണ്ട. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി, മാക്ബുക്ക് എയർ M2 നമുക്ക് വേണമെങ്കിൽ DeepSeek R1 അല്ലെങ്കിൽ ലാമ എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റയുടെ AI ആണ്. നമ്മൾ വാട്സപ്പിലൊക്കെ കാണുന്ന AI ലാമ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള AI ആണ് ജെമ്മ, ക്വൻട്രി, അലിബാബ അവരുടെ എങ്ങാണ്ടാണ്. പിന്നെ ലാമ എന്ന് പറയുമ്പോൾ മെറ്റയുടെ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളുടെ ലാപ്ടോപ്പിലും നമുക്ക് വേണമെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ റൺ ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മളിപ്പോൾ DeepSeek റൺ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതേപോലെ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതിന്റെ കൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ അവർ ട്രെയിൻ ചെയ്യാനായിട്ട് എടുക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെർച്ച് ചെയ്യുന്നോ അത് പ്രൈവറ്റ് ആയിട്ടിരിക്കും. ഇപ്പൊ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ കൂടിയും അത് സുഖമായിട്ട് റൺ ആവും. സോ അങ്ങനെ വളരെയധികം കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ ഓപ്പൺ സോഴ്സ് മോഡലിന്. കൂടാതെ നമുക്ക് കുറച്ച് കോഡിങ് അറിയാം, അതേപോലെ നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് കൊടുക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക്സ്.